ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ സഭാമാതാവ് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 16:12 മുതൽ 15 വരെ വാക്യങ്ങൾ. ഈ ഞായറാഴ്ചയോടെ നാം ആണ്ടുവട്ടത്തിലെ ഞായറുകളിലേക്ക് മടങ്ങുകയാണ്. എന്നിരുന്നാലും ഈ ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയും നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര രഹസ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന പ്രത്യേക ദിവസങ്ങളായാണ് തിരുസഭ നിശ്ചയിച്ചിരിക്കുന്നത്. പെന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള ആദ്യ ഞായറായ ഇന്ന് നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ത്രിത്വത്തിൽ നമുക്ക് സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ച് നാം എന്താണ് വിശ്വസിക്കുന്നതെന്ന് പരിഗണിക്കാൻ ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുകയാണ്. 3 വ്യക്തികൾ, എന്നാൽ ഒരു ദൈവം. മറ്റു വാക്കുകളിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ ത്രിത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു ദൈവത്തിലെ 3 വ്യക്തികളായി കാണപ്പെടുന്നു. ദൈവം അവിടുത്തെ ജനത്തെ 3 രൂപങ്ങളിൽ കണ്ടുമുട്ടാൻ വന്നു എന്ന വസ്തുതയിൽ ത്രിത്വ രഹസ്യം വേരൂന്നിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ സ്രഷ്ടാവും ലോകചരിത്രത്തിൻ്റെ കർത്താവുമാണ് പിതാവായ ദൈവം. മനുഷ്യാവതാരത്തിലൂടെ നമ്മുടെ ഇടയിൽ വസിക്കുകയും മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ഇപ്പോഴും സന്നിഹിതനായിരിക്കുകയും ചെയ്യുന്ന കർത്താവാണ് ക്രിസ്തുവായ ദൈവം. പുതുജീവിതത്തിന്, അതായത് ക്രൈസ്തവ ജീവിതത്തിന് ശക്തി പകരാൻ സഹായകനായി നാം അനുഭവിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ സുവിശേഷത്തിലെ വാക്യങ്ങൾ അന്ത്യ അത്താഴവേളയിലെ യേശുവിൻ്റെ നീണ്ട വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തോടടുത്തുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച പെന്തക്കോസ്ത ദിനത്തിൽ നാം കണ്ടതുപോലെ ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു ശിഷ്യർക്ക് സഹായനെക്കുറിച്ച് ഉറപ്പ് നൽകുന്നുണ്ട്. ശിഷ്യരെ വിട്ടുപോകേണ്ടി വന്നാലും അവിടുന്ന് അവർക്ക് നൽകുന്ന സഹായകൻ നിമിത്തം അവർക്ക് ഭയപ്പെടേണ്ടി വരില്ലെന്ന് യേശു അവരോട് പറയുന്നു. ഈ ഭാഗത്ത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ചാണ് യേശു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലേക്ക് നയിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ സത്യം പരമമായ സത്യമാണ്. ദൈവത്തിൻ്റെ സത്യം ദൈവത്തിൻ്റെ സത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെല്ലാ സത്യങ്ങളും അപ്രസക്തമാണ്. ദൈവത്തിൻ്റെ സത്യം ബൈബിളിൽ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രസ്താവനകൾ മാത്രമല്ല, കൂടാതെ അത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള സത്യമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. പരിശുദ്ധാത്മാവ് വിശ്വാസിയെ ദൈവവുമായുള്ള ഒരു യഥാർത്ഥ ബന്ധത്തിലേക്ക് നയിക്കും. ആ ബന്ധം യേശുവിൻ്റെ 2ാം വരവിൽ അതിൻ്റെ പൂർത്തീകരണം കണ്ടെത്തും. രണ്ടാമതായി, ദൈവത്തിൻ്റെ ശക്തിയായ ആത്മാവ്, പരിശുദ്ധാത്മാവ്, പുത്രനിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വീകരിക്കുകയും പിതാവിനുള്ളതെല്ലാം സ്വീകരിക്കുകയും അത് വിശ്വാസിക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആത്മാവിൻ്റെ ശക്തിയാൽ പിതാവായ ദൈവം
ക്രിസ്തു അനുയായിയുടെ ജീവിതത്തിൽ സന്നിഹിതനാകുന്നു. തീർച്ചയായും ത്രിത്വത്തെക്കുറിച്ചുള്ള ആശയം ഇന്നത്തെ സുവിശേഷത്തിൽ പ്രകടമാണ്. നാം മുകളിൽ കണ്ടതുപോലെ സുവിശേഷ ഭാഗം യേശു പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിയതിന് ശേഷം പകരം വരുന്ന സഹായകനെ കുറിച്ച് പരാമർശിക്കുന്നു. യേശു ആരംഭിച്ച ശുശ്രൂഷ തുടരാൻ വിളിക്കപ്പെട്ട ശിഷ്യരിൽ സത്യത്തിൻ്റെ ആത്മാവ് നിറയണമെങ്കിൽ യേശു തൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് മടങ്ങണം. യേശു ഇനി ശാരീരികമായി ശിഷ്യരോടൊപ്പം ഇല്ലാതിരിക്കുമ്പോൾ ആത്മാവ് അവരെ നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ആത്മാവ് ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് യേശുവിൽ നിന്ന് വരുന്നു. യേശു ആത്മാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പിതാവിൽ നിന്ന് വരുന്നു. ആത്മാവ് സ്വീകരിക്കുന്നത് യേശുവിൽ നിന്ന് ആയതിനാലും യേശു ആത്മാവിന് നൽകുന്നത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് നൽകുന്നതിൽ നിന്നായതിനാലും യേശുവിൻ്റെ അഭാവത്തിൽ പോലും ലോകത്തിനും സഭയ്ക്കും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ആത്മാവിലൂടെ ലഭ്യമാണ്. അപ്രകാരം സഭയിലെ പ്രവർത്തനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യത്തിലാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വം ബന്ധത്തെയും ഉള്ളിൽ വസിക്കുന്നതിനെയും ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിലെ 3 ആളുകളുടെ സഹകരണത്തെയും ആശയവിനിമയത്തെയും പരിശുദ്ധ ത്രിത്വം എടുത്തു കാട്ടുകയാണ്. പരിശുദ്ധ ത്രിത്വം ദൈവത്തിലെ 3 ആളുകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും സംസാരിക്കുന്നു. നമ്മുടെ പരസ്പര ബന്ധവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെതുപോലെ ആകണം. പിതാവിൻ്റെയും, അതായത് സ്രഷ്ടാവിൻ്റെയും, പുത്രൻ്റെയും, അതായത് യേശുവിൻ്റെയും, പരിശുദ്ധാത്മാവിൻ്റെയും മഹത്വം നമ്മെ നയിക്കുകയും ആ മഹത്വം നാം പ്രഖ്യാപിക്കുകയും ചെയ്യണം. ദൈവം സാധ്യമാക്കിയ നമ്മുടെ ജീവിത രീതിയാണ് പരിശുദ്ധ ത്രിത്വം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.